പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുമായി DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ നിർണായക കൂടിക്കാഴ്ച അല്പനിമിഷങ്ങൾക്കൊക്കെ ഉണ്ടാകും. നാട്ടകം ഗസ്റ്റ് ഹൗസിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. അവിടെയാണ് കൂടിക്കാഴ്ച നടക്കുക. SP സുജിത് ദാസിനെതിരായ നടപടിയും DGP മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. ടോബി ജോൺസൺ നാട്ടകത്തു നിന്നും തത്സമയം ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ, മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണോ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അനുമതി ചോദിച്ച് കാണുകയാണോ? SKN ഇന്ന് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടക്കുന്നുണ്ട്. അത് ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ആ സമ്മേളന വേദി. ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇരുവരും ഇന്ന് കോട്ടയത്തേക്ക് എത്തിയത്. ഇന്നലെ എറണാകുളത്ത് നിന്നും മുഖ്യമന്ത്രി രാത്രിയിൽ തന്നെ ഈ നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ DGP നേരിട്ട് നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്ക് അല്പസമയം മുമ്പ് എത്തിയത്. എന്തായാലും ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം PV അൻവറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. DIGയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു സുജിത് ദാസിനെതിരെ നടപടിയെടുക്കണമെന്നുള്ളത്. ഒപ്പം തന്നെ PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ചും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അടക്കം കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നിർണായക കൂടിക്കാഴ്ച തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ത് നിലപാട്, ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് PV അൻവർ MLA ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ മന്ത്രിമാരടക്കമുള്ളവർ ഇവിടെയുണ്ട്. VN വാസവനുണ്ട്, അതുപോലെ മറ്റ് മന്ത്രിമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നിർണായക കൂടിക്കാഴ്ച തന്നെ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ADGP ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോട്ടയത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം വേദി പങ്കിടുമോ, പോലീസ് അസോസിയേഷന്റെ പരിപാടിയിൽ വേദി പങ്കിടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും നിർണായക കൂടിക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള ഒരു വലിയ ഗുരുതര ആരോപണം സേനയ്ക്കുള്ളിൽ ഉണ്ടായത് ഒരു വലിയ വിവാദമായി തന്നെ കത്തിപ്പടരുകയാണ്. ഭരണപക്ഷത്തുള്ള MLA തന്നെ ഇത്തരത്തിലൊരു വിവാദം മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ, മുഖ്യമന്ത്രിക്ക് നേരെ ഒളിയമ്പുകൾ എയ്യുന്നു എന്ന് പ്രതിപക്ഷം പറയുന്ന സാഹചര്യത്തിൽ എന്താണ് ഈ സേനയ്ക്കുള്ളിൽ നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് DGPയുമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ള. ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നടപടി ഉണ്ടാകും. ഒരുപക്ഷെ സുജിദാസിനെതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. DIGയുടെ അജിത ബീഗത്തിന്റെ റിപ്പോർട്ട് ഒരുപക്ഷെ ഇന്ന് പങ്കുവച്ചേക്കാം. അതുപോലെ തന്നെ ഈ ആരോപണത്തിലുള്ള മറ്റ് വസ്തുതകൾ, പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, ഇക്കാര്യങ്ങളെല്ലാം DGP ഇന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും. അതിനുശേഷം ഒരുപക്ഷെ ഒരു അടിയന്തര നടപടി കൂടി വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. താങ്ക് യു. നാട്ടകത്ത് ചർച്ച നടക്കും. എന്താണ് വിവരം നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. കടുത്ത നടപടി ആഭ്യന്തര വകുപ്പിന് എടുത്തേ പറ്റൂ എന്ന രീതിയിൽ വിവാദം കത്തിപ്പടരുകയാണ്. ഈ വിവാദം കത്തിപ്പടരാൻ കാരണമാകിയത് നമ്മുടെ MLA, നിലമ്പൂരിൽ നിന്നുള്ള MLA PV അൻവർ തന്നെയാണ്.